ഞാൻ അതിനോടൊരു ചേർന്നൊരു ചോദ്യം ചോദിച്ചോട്ടെ. ശരിക്കും പറഞ്ഞ AI വന്നതുകൊണ്ട് നമ്മുടെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് അതൊരു വലിയ ഡിബേറ്റ് അതെ ഡിബേറ്റ്. നടക്കുന്ന അല്ലേ? അപ്പോൾ ഞാൻ ചോദിക്കുന്നത് വാട്ട് ഈസ് യുവർ പോയിന്റ് ഓൺ ദാറ്റ്? AI വരുന്നുണ്ട് ജോബ് കൂടുവാണോ കുറയുവാണോ? അതിൽ എന്തൊക്കെയാണ് ഒരു യങ്സ്റ്റർ എന്ന് അതെ, പറയുന്ന കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ഡെഫിനറ്റ്ലി. ജോലി ഭയങ്കരമായിട്ട് ഇപ്പോഴത്തെ 2025 അത് എഫക്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ആ 24 വരെ അത് എല്ലാവരും വിചാരിച്ചുകൊണ്ട് 2030 ആയിട്ടേ ഉള്ളൂ ജോലിനൊക്കെ എഫക്റ്റ് ചെയ്യാൻ തുടങ്ങത്തുള്ളൂ എന്ന്. പക്ഷേ ഇപ്പോൾ ഞാൻ ന്യൂസിൽ എപ്പോഴും കാണുന്നു ഇൻഫോസിസ്, TCSും 30,000 ആൾക്കാരെ കട്ട് 30,000 ചെയ്തു. ആൾക്കാർ, ഗൂഗിൾ പറയുന്നത് 25% അവരുടെ കോഡ് ഇപ്പോൾ AI ആണ് എഴുതുന്നത്. എല്ലാ ബിഗ് പ്ലെയേഴ്സും അതിലോട്ട് മാറിയിട്ടുണ്ട്. ഞങ്ങൾ ഉൾപ്പെടെ എനിക്കും ഫീൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ ഒരാളെ അറ്റ്ലീസ്റ്റ് 30% മോർ പ്രൊഡക്റ്റീവ് ആണ് വിത്ത് AI. ഓക്കെ ഇപ്പം എനിക്ക് കഴിഞ്ഞ വർഷം ചെയ്യാൻ തന്നെ കഴിഞ്ഞ ഒരു 30% കാര്യങ്ങൾ കൂടുതൽ എനിക്ക് ചെയ്യാൻ പറ്റും. വിത്ത് AI. അപ്പം ഒരു 100 പേരുടെ ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ അതിനിപ്പോൾ 70 പേരെ മതി. മതി. 30% കട്ടാണ്. അതെ. പിന്നെ എൻട്രി ലെവൽ ജോബ് ഭയങ്കര ഹാർഡാവും. കാരണം ഫ്രഷേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാസ്ക് മിക്കവാറും ഇന്റേൺഷിപ്പും ഫ്രഷേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് ടാസ്കുകളും കാര്യങ്ങളും ഒക്കെ ആണ് ചെയ്യിപ്പിക്കുന്നത്. അതിന് ഇപ്പം ഒരു മാനേജറിന് അങ്ങനെ ഒരാളെ വേണ്ട. ചിലപ്പം ഓൾറെഡി എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ ടീമിൽ ഒരാളുണ്ടെങ്കിൽ ആ പുള്ളീനെ ഇച്ചിരി AI പഠിപ്പിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേറെ ആളെയും കൂടെ എടുത്തു കൊടുക്കേണ്ട ആവശ്യമില്ല അവിടെ. അതായത് തുടക്ക ജോലി ഇപ്പൊ ഹാർഡറായി ആ വരും. അതെ അതുകൊണ്ട് MBA പഠിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കുക. ഈ പറയുന്ന പോലെ പഴയതുപോലെ ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ജോലി കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി കുറേ. എത്രമാത്രം നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റും, ഹൗ ഫാർ യു ക്യാൻ ഗോ ബിയോണ്ട് എന്നുള്ളത് ചിന്തിക്കുക. ദെൻ ഓൺലി നിങ്ങളെ ഫസ്റ്റ് ജോബ് കാത്തിരിക്കുന്നതാണ്. തിരിച്ച് ഞാൻ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് ലോകത്തുള്ള എല്ലാ മിക്കവാറും ബിഗർ ബ്രാൻഡ്സ് ഉണ്ട്. ഇവൻ ഖത്തറിലെ വൺ ഓഫ് ദ ബിഗ് ഹോസ്പിറ്റൽ കെയർ കെയർ ആൻഡ് ക്യൂർ നിങ്ങളുടെ ക്ലൈൻ്റ് ആണ്. അതുപോലെ തന്നെ ഡങ്കൻ ഡോണറ്റ്സ് പോലുള്ള ക്ലൈൻസ് ഉണ്ട് നിങ്ങൾക്ക്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് വാട്ട് ഈസ് നിങ്ങളുടെ ബിസിനസ്, വാട്ട് ആർ യു ആർ ഫുള്ളി ഇൻ ടു ദ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണെന്നൊന്ന് പറയാം ഗ്ലൂ സ്റ്റിക്സിനെ ഞങ്ങൾ പറ്റി? പ്രോപ്പർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിയാണ്. 360 ഡിഗ്രി ഞങ്ങൾ. സോ വാട്ട് മേക്സ് യു ഡിഫറൻഷിയേറ്റ് ഫ്രം അതർ ഡിജിറ്റൽ മാർക്കറ്റ്, അതും കൂടി ഒന്ന് ഇതിനിടയിൽ പറയാവോ? അതിന് ക്വാളിറ്റി. ഇപ്പം ഇതൊരു സർവീസ് ആയതുകൊണ്ട് ഇപ്പോൾ പ്രൊഡക്റ്റ് പോലെ ഈ ഒരു USP പറയാൻ പറ്റത്തില്ല. ഓക്കെ നമ്മൾ ആസ് ആൻ ഏജൻസി വൺ തിങ് ഇസ് ദാറ്റ് ഞങ്ങൾ നമ്പർ ഓഫ് ക്ലയൻസിനെക്കാളും കൂടുതൽ ക്വാളിറ്റി ഓഫ് ക്ലയൻസ് ആണ് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ സാധാരണ ഒരു നോർമൽ ഏജൻസി വിൽ ടേക്ക് അപ്പ് എല്ലാ ക്ലയൻസിനെയും ഏറ്റെടുക്കും. ഞങ്ങളെന്ന് വെച്ചാൽ ഓരോ ക്ലയൻറ്റ് വരുമ്പം ഞങ്ങളൊന്ന് സ്റ്റഡി ചെയ്യും. ഞങ്ങൾക്ക് ആ ക്ലയൻറ്റിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ, ഒരു 2 ഇയേഴ്സ് 3 ഇയേഴ്സ് ഡൗൺ ദ ഇത് നമുക്ക് ആ ബിസിനസ്സിനെ നല്ല രീതിയിൽ കയറ്റാൻ പറ്റുമോ. ചില പ്രോഡക്ട്സ് ഉണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ അപ്പോൾ അങ്ങനത്തെ ഒക്കെ നമ്മളൊരു ഫിൽട്ടർ ഇട്ടിട്ട് ക്വാളിറ്റി ക്ലയൻസിനെ മാത്രം എടുക്കുന്നു. ഓക്കെ അപ്പം നമ്മൾ മോർ എമൗണ്ട് ഓഫ് റിസോഴ്സസിന് അലോക്കേറ്റ് ചെയ്യും. ഓൾറൈറ്റ് ഇപ്പോൾ ഞങ്ങൾ ഒരു ക്ലയൻറ്റിന് എടുത്തു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു 7 to 8 മെമ്പർ ടീമായിരിക്കും അതിൽ വർക്ക് ചെയ്യുന്നത്. ഓക്കെ റൈറ്റ്. അപ്പോൾ സാധാരണ ഒരു ഏജൻസി എന്ന് വെച്ചാൽ ഒരാൾ തന്നെ ആയിരിക്കും 10 ക്ലയൻറ്റിനെ ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ സോ ദാറ്റ് മീൻസ് ഒരു ദിവസം മേ ബി ഒരു അരമണിക്കൂറൊക്കെ ആയിരിക്കും ഒരു ക്ലയൻറ്റിന് ഫോക്കസ് കൊടുക്കാൻ പറ്റുന്നത്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 7 to 8 ഡെഡിക്കേറ്റഡ് അല്ല, ബ്രെയിൻസ് വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ ഓരോ ആൾക്കാർക്കും ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള റോൾസ് ഉണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യമല്ല. ഒരു അറ്റ്ലീസ്റ്റ് ഞങ്ങളുടെ ഓഫീസിലാണെങ്കിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, കണ്ടന്റ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ആഡ്സ് റൺ ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, SEO ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ഗ്രാഫിക് ഡിസൈനിങ്, മോഷൻ എഡിറ്റിങ്. ഇപ്പം AIക്കും ഒരു പൂൾ ഓഫ് ആൾക്കാരുണ്ട്. അപ്പോൾ 7 to 8 ഡിപ്പാർട്ട്മെന്റ്സ് ടുഗദർ ആണ് നിങ്ങൾ ഒരു ക്ലയന്റിന് വേണ്ടി വർക്ക് ഒരു ചെയ്യുന്നത്. കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു റീസെർച്ച് നടത്തി കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു ടീമിനെ വെച്ച് ഫോക്കസ്ഡ് ആണ്, കൂടുതൽ ഫോക്കസ്ഡ് ആണ്. എന്ന് പറഞ്ഞാൽ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ള ഒരു ലീഡ് ഉണ്ടാക്കി കൊടുക്കുക, അതല്ല. എടുത്തു കഴിഞ്ഞാൽ ആ ബ്രാൻഡിന്റെ വിസിബിലിറ്റി എന്തുമാത്രം സ്കെയിലപ്പ് ചെയ്യാം, അതുവഴി അവർക്ക് എത്ര സെയിൽസ് കൂട്ടാം, അതുപോലെ എത്ര റെപ്യൂട്ടേഷൻ, ഒരു ബ്രാൻഡ് ബിൽഡിംഗ് ആണ് ബേസിക്കലി നിങ്ങൾ ഇതിലൊന്ന് ചെയ്യുന്നതെന്ന് എനിക്ക് പറയാം. അതിന്റെ കൂടെ നമ്മളിപ്പം പ്രൊഡക്ട്സ് ഇറക്കിയിട്ടുണ്ട്. ഇപ്പം ലീഡ് മാനേജ്മെന്റിന് വേണ്ടി ഞങ്ങളുടെ തന്നെ പ്രൊഡക്റ്റ് ഉണ്ട്, CRM. ഞങ്ങളുടെ തന്നെ CRM ഉണ്ട്, അത് AI പവേർഡാണ്. ഇപ്പം മിക്കവാറും നിങ്ങളൊരു ആഡ് റൺ ചെയ്യുമ്പോൾ വാട്സാപ്പിലോട്ട് ആഡ് റൺ ചെയ്യുമെന്ന് വെച്ചോ, രാത്രി ഒരു 10 മണിക്കായിരിക്കും ഒരാൾ അത് ക്ലിക്ക് ചെയ്തിട്ട് മെസ്സേജ് അയക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അടുത്ത പറയാൻ പറ്റത്തില്ല. പക്ഷെ ആ കസ്റ്റമർ നമ്മളെ പോലെ ബിസി അല്ലേ. ഇപ്പം നമ്മളാണെങ്കിൽ രാവിലെ നമുക്ക് ചാറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ചിലപ്പം കസ്റ്റമേഴ്സ് രാത്രി ആയിരിക്കും ചാറ്റ് ചെയ്യുന്നത്. അപ്പം അവർക്ക് ആർക്കും റിപ്ലൈ ചെയ്യാൻ ആരും ഇല്ലായിരിക്കും. സെയിൽസ് ആൾക്കാർ രാവിലെ ഉള്ളൂ. അപ്പം വേറെ കോമ്പറ്റീറ്റേഴ്സിന് ആഡ് കണ്ട് ചിലപ്പം വേറെ ബിസിനസ്സിൽ കസ്റ്റമറായി പോകും. അപ്പം ഞങ്ങളുടെ ടൂളിൽ AI പവേർഡ് ആണ്. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ കൊച്ചി ബിസിനസ് സ്കൂൾ ആണെങ്കിൽ രാത്രി 11 മണിക്കും ഒരാൾ മെസ്സേജ് അയച്ചു ഈ സിലബസിന്റെ കാര്യം. അപ്പം നമ്മുടെ AI റിപ്ലൈ ചെയ്യും അപ്പം തന്നെ, ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ. ഇതാണ് നമ്മുടെ സിലബസ്, എപ്പോഴാണ് അടുത്ത ഓപ്പണിങ്, ഈ സമയത്താണ് നമ്മുടെ ഓപ്പണിങ്, എത്രയാണ് ഫീസ്, ഇതാണ് നമ്മുടെ ഫീസ്, ബ്രോഷർ അയച്ചു തരാമോ, ബ്രോഷർ അയച്ചു കൊടുത്തു. ഇതൊന്നും നമുക്ക് സെയിൽസ് ആൾക്കാരുടെ ആവശ്യമില്ല.
എല്ലാം ഓട്ടോമേറ്റഡാണ്. ആൻഡ് ഞങ്ങളുടെ ക്ലയൻസിന് വേണ്ടി റൺ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലാകുന്നത് എല്ലാം രാത്രി 12:30-ക്കൊക്കെയാണ് ആൾക്കാർ നല്ലോണം ചാറ്റ് ചെയ്യുന്നത്. ഈ ഡീറ്റെയിൽസ് എല്ലാം ഇതെല്ലാം റിപ്പീറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസാണ്. നമുക്കൊരു മനുഷ്യൻ്റെ ആവശ്യമില്ല ഇത് ആക്ച്വലി. എല്ലാവരും ചോദിക്കുന്നത് ഫീസ് എപ്പോഴാണ്, അടുത്ത ബാച്ച് ഓപ്പണിംഗ് എപ്പോഴാണ്, ബേസിക് ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതെല്ലാം നമ്മളൊരു ഇപ്പം മലയാളത്തിൽ ചോദിച്ചാൽ മലയാളത്തിൽ റിപ്ലൈ കൊടുക്കും, മംഗ്ലീഷ് ചോദിച്ചു കഴിഞ്ഞാൽ മംഗ്ലീഷ് റിപ്ലൈ കൊടുക്കും. കേരളത്തിൽ ആഡ് റൺ ചെയ്യുന്ന നിങ്ങൾ മനസ്സിലാവും, ആരും ഇംഗ്ലീഷ് സംസാരിക്കത്തില്ല. അവർക്കറിയാം, പക്ഷേ ടെക്സ്റ്റ് ചെയ്യുമ്പോൾ മംഗ്ലീഷിലായിരിക്കും സംസാരിക്കുന്നത്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായിരിക്കും, ചിലപ്പോൾ മലയാളത്തിൽ സംസാരിക്കും. അതിനെല്ലാം മലയാളത്തിൽ സംസാരിച്ചാൽ മലയാളത്തിൽ റിപ്ലൈ കൊടുക്കും, മംഗ്ലീഷിലാണെങ്കിൽ മംഗ്ലീഷ് റിപ്ലൈ കൊടുക്കും. അപ്പോൾ അവർക്കും ഇത് മനസ്സിലാകത്തില്ല, ഇത് ആയിട്ട് സംസാരിക്കുന്നത്. ഞങ്ങളൊരു പ്രൊഡക്റ്റ് സ്ക്രാച്ചിങ് അല്ല, അതിന്റെ കോർ എഞ്ചിൻ ഉണ്ട്, അതിന്റെ മേളിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തു. ദിസ് ഈസ് വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ തിങ് വിച്ച് യു ക്യാൻ ഗിവ് ടു ദ ഓൺടർപ്രണേഴ്സ് അല്ലേ? കാരണം ഇപ്പം ഞങ്ങളാണെങ്കിലും രാത്രിയിലായിരിക്കും ചിലപ്പോൾ ഒരു വീടിന്റെ റിനോവേഷൻ രാത്രിയിലായിരിക്കും ചെയ്യുന്നത്. അത് ചിലപ്പം 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും പലരും ഫോളോ അപ്പ്.